ഇന്നും നമ്മൾ രാവിലെ തന്നെ നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിട്ടോ. വെയിലാവണേക്കാൾ മുമ്പ് എന്തെങ്കിലും ചെയ്താലാണ് നടക്കുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചെടികളൊക്കെ റീഅറേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ നമ്മുടെ റംബൂട്ടാൻ്റെ അടിയിൽ നിൽക്കുന്ന ഈ അരേലിയം പ്ലാന്റ്സിന് അധികം ഇച്ചിരി വെയിൽ കുറവാണ്. അപ്പോൾ അതിന് ഇച്ചിരി വളർച്ച കുറവായിട്ട് തോന്നുന്നുണ്ട്. കളറും അങ്ങോട്ട് ഭംഗി വരണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചെടി എടുത്തിട്ട് നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ സൈഡിൽ ഇച്ചിരി വെയിലുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിരുന്ന അഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അത് അവിടെ വെച്ചിട്ട് ആ ഒരു ചട്ടിയപ്പഴ വെച്ചിട്ട് അവിടെ ഇങ്ങനെ പാടൊക്കെ ഉണ്ടായിരിക്കണുണ്ട്. അതൊന്ന് ഇനി ശരിയാക്കാനുള്ളതാണ്. അപ്പോൾ ഈ അഗ്ലോണിമ പ്ലാന്റ്സ് എടുത്തിട്ട് നമുക്ക് ഈ തണലുള്ള ഈ റംബൂട്ടാൻ നിൽക്കണ ഈ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിനിപ്പോൾ തണലാണല്ലോ അത്യാവശ്യമുള്ളത്. അതുകൊണ്ട് അഗ്ലോണിമ എടുത്ത് നമ്മൾ ഇപ്പുറത്തേക്ക് വെച്ചു. അതേപോലെ അരേലിയം പ്ലാന്റ് അവിടേക്ക് മാറ്റി വെച്ചു. കുറച്ച് അത്യാവശ്യം വെയിൽ വേണമെങ്കിലാണ് ആ ചെടി നല്ല ഭംഗിയായിട്ട് വളരുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ ചെടികളും ഈ സിറ്റ് ഔട്ടിലിരുന്ന ഈ ചെടികളെല്ലാം നമ്മൾ വെച്ചത് ഈ HDP പോട്ടുകളാട്ടോ. അത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജനകീയ ആസൂത്രണ പദ്ധതി അങ്ങനെ ഒരു കോർപ്പറേഷൻ്റെ ഒരു ഇതുണ്ടായല്ലോ. അപ്പോൾ അതിൽ എനിക്ക് കിട്ടിയതാട്ടോ. അന്ന് എനിക്ക് തോന്നുന്നു ഒരു 900 എത്രയോ സംതിങ് രൂപ അടച്ചപ്പോഴാണ് നമുക്ക് ഒരു 20 ചട്ടിയും അതേപോലെ വളവും പിന്നെ ചകിരിച്ചോറ് നടാനുള്ള വിത്ത് അങ്ങനെ എല്ലാം കൂടി അന്ന് കിട്ടിയതാട്ടോ. കഴിഞ്ഞ വർഷമാണ് കിട്ടിയത്. അപ്പോൾ ഈ വർഷം ഞാൻ അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ വർഷം നമുക്ക് എത്രയാണ് ഒരു 670 ആണ് ഇപ്പം ഈ പ്രാവശ്യം കൊടുത്തേക്കുന്നത്. അതിൻ്റെയും വരാറായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും കിട്ടുമെന്ന് വിചാരിക്കണം. അതിലും 20 ചട്ടികൾ തന്നെയാണ് കിട്ടണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചട്ടി ഞാൻ വെറുതെ സിറ്റ് ഔട്ടിൽ ഒരു കളറൊക്കെ ഉള്ള ചട്ടികളോ അപ്പോൾ ഭംഗി ഉണ്ടാവും കാണാമെന്ന് വെച്ചാൽ അത് മറ്റേ കളർ ചെടികളുടെ കൂട്ടത്തിൽ തന്നെ വെച്ചേക്കായിരുന്നു കേട്ടോ. അല്ല, കളർ ചെടിയുടെ താഴെ കളർ ചെടി അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കായിരുന്നു ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ മൊത്തം ഇങ്ങനെ ഒരു വൈറ്റ് കളർ വട്ടത്തിൽ ഇങ്ങനെ പാട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതങ്ങോട്ട് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഒരു സിങ്കോണിയം പ്ലാന്റ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് എടുത്തുനിന്ന് ഒരു വൈറ്റ് കളർ പോട്ടിലേക്ക് സെറ്റ് ചെയ്തു. ഈ ചെടി ഇങ്ങനെ മൊത്തം ഒരു ഓർഡർ ഇല്ലാതെ കിടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ സൈഡിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ഈ HDP പോട്ട് നമുക്കിനി പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് നല്ലതാണ്. ഒരു അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള പോട്ടാണ്. ഞാൻ ഇതിലിപ്പോൾ വെണ്ടയൊക്കെ കൃഷി ചെയ്തേക്കുന്നത് അതിൽ തന്നെയാണ് കേട്ടോ. ബാക്കിയുള്ള ചട്ടികളൊക്കെ ഞാൻ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. നെല്ല പഞ്ചായത്ത് വഴിയും കോർപ്പറേഷൻ വഴിയൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മെമ്പറോരോടോ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുമായിരിക്കും. കുടുംബശ്രീ വഴിയോ അങ്ങനെയൊക്കെ ആയിരിക്കും അത് കിട്ടുന്നത് കേട്ടോ. ഞാനത് മുമ്പ് അപ്ലൈ ചെയ്തായിരുന്നു. അതേപോലെ ഇതൊരു റബ്ബർ പ്ലാന്റ് കേട്ടോ. ഈ പ്ലാന്റ് നമ്മുടെ സൈഡിൽ തന്നെ നിന്നതാണ്. അപ്പോൾ അതും ഞാൻ വിചാരിച്ചു ഈ അരേലിയം പ്ലാന്റ് ഈ ചട്ടിയിൽ വെച്ചാലെന്ന്. പക്ഷെ അതൊരു ലുക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അത് ആ സിറ്റ് ഔട്ടിൻ്റെ സൈഡിൽ തന്നെ വെച്ചേക്കാമെന്ന് വെച്ചു. ആ പ്ലാന്റിന് അത്യാവശ്യം വെയിൽ വേണം. ആ ഭാഗത്ത് നമുക്ക് കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലം കേട്ടോ. പിന്നെ നമ്മുടെ ഈ അഗ്ലോണിമയുടെ തന്നെ ഒരു വെറൈറ്റി ഒരു പ്ലാന്റാണിത്. ഇതും നമ്മളിങ്ങനെ സൈഡിൽ വെച്ചിരുന്നതാണ്. അതിനും കുറച്ച് മണ്ണ് കുറവുണ്ട്. അതേപോലെ ഇലകളൊക്കെ ചീത്തയായി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും ഒന്ന് ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അത് നല്ല ഭംഗിയാക്കിയിട്ട് നമുക്ക് ആ സിറ്റ് ഔട്ടിൻ്റെ സൈഡിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ ഈ ഒരു പ്ലാന്റും ഇത് നമ്മുടെ ഒരു വാർക്കച്ചട്ടി കേട്ടോ. ആ ചട്ടിയിൽ ഞാൻ ഗോൾഡൻ കളർ പെയിൻ്റ് അടിച്ചതാണ്. ഒരിടയ്ക്ക് ഈ പെയിൻ്റ് അടി ഒരു പ്രാന്തായിരുന്നു. അങ്ങനെയാണ് ഈ ചട്ടികൾക്കൊക്കെ ഗോൾഡൻ കളർ പെയിൻ്റ് അടിച്ചത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കിട്ടോ. പക്ഷെ അതെനിക്ക് എങ്ങനെ വെച്ചിട്ടോ അത്ര ഭംഗിയൊന്നും തോന്നിക്കണില്ല. അങ്ങനെ വെക്കണോ ഇങ്ങനെ വെക്കണോ ആകെപ്പാട് ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്ലാന്റ് ഇങ്ങനെ നീക്കിയിട്ട് നമ്മുടെ ഈ അഗ്ലോണിമ പ്ലാന്റ് എടുത്ത് സെൻറ്റർ പോർഷനിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴും വലിയ ഭംഗി എനിക്ക് തോന്നിക്കുന്നില്ല. എന്നാലും ഞാൻ തൽക്കാലം അങ്ങനെ തന്നെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം കേട്ടോ.
അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ അരേലിയം പ്ലാന്റിന് കുറച്ച് മണ്ണും വളമൊക്കെ കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ചാണകപ്പൊടിയും മണ്ണും ചകിരിച്ചോറൊക്കെ കൂടി അതെല്ലാം ഞാൻ ആ പ്ലാന്റിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. സിറ്റൗട്ടിലിരുന്ന അഗ്ലോണിമ പ്ലാന്റ് അതൊക്കെ നമ്മൾ റെഡ് കളർ പ്ലാസ്റ്റിക് പോട്ടിലാട്ടോ വെച്ചേക്കണത്. ആ ചെടിയുടെയൊക്കെ ഉണങ്ങിയ അതൊക്കെ ഉണ്ടായി, അതൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞ് അതിന് ഇച്ചിരി മണ്ണും വളവും കൂടിയൊക്കെ ഇട്ട് കൊടുത്ത് അത് നല്ല ഭംഗിയാക്കി വെച്ചു. പിന്നെ നോക്കിയപ്പോഴാട്ടോ ഈ വാഴച്ചെടി നിൽക്കണുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ സൈഡിൽ പോർച്ചിൻ്റെ സൈഡിൽ നിന്ന ചെടികളാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചെടി കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ചെടിയാട്ടോ. അതിൻ്റെ ചട്ടിക്കൊക്കെ ഒരു പൂപ്പൽ പിടിച്ചു. അതിന് ഞാൻ പറഞ്ഞില്ലേ ഗോൾഡൻ കളർ, ഇതൊരു മണ്ണിൻ്റെ ചട്ടിയാട്ടോ. അതിന് ഗോൾഡൻ കളർ പെയിൻറ്റ് ഞാൻ അടിച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചട്ടിയിലും ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് അത് നല്ല ഭംഗിയിൽ വയ്ക്കുക. നല്ല രസമുണ്ട് കേട്ടോ ആ വാഴച്ചെടി കാണാനായിട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇച്ചിരി മണ്ണൊക്കെ ആഡ് ചെയ്ത് അത് നമ്മൾ ആ സിറ്റൗട്ടിൻ്റെ സൈഡിലേക്ക് തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയെന്ന് വിചാരിച്ചു. ഇത് എല്ലാം എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മൾ മുമ്പ് പൈസ കൊടുത്ത് വാങ്ങിച്ച ചെടികൾ തന്നെയാണ് കേട്ടോ ഈ ചെടികളൊക്കെ. ഇപ്പോൾ ഇങ്ങനെ അധികം ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എല്ലാം സെറ്റാക്കി നല്ല ഭംഗിയിൽ വെക്കുകയെന്ന് വിചാരിച്ചു. ഇതാട്ടോ നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയാനായിട്ട്. ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്സും ഒക്കെ കൂടി നമ്മളൊരു സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്തു. അതേപോലെ ഒരു സൈഡിലായിട്ട് ഈ ഒരു പ്ലാന്റും കൂടി സെറ്റ് ചെയ്ത് നമ്മൾ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.